സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 2. ലോറൻസ് കാറിൽ നിന്നിറങ്ങി മെർലിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ അശോക് സംഗീത് മാത്യു കുറിച്ചുകൊടുത്ത കടലാസിൽ മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു അവൾ. എന്താ മോളെ? ഒന്നും മനസ്സിലാകാതെ ലോറൻസ് ചോദിച്ചു. ഒന്നുമില്ല പപ്പ, ഞാൻ വെറുതെ. പപ്പ വരൂ, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അവൾ പറഞ്ഞു. പപ്പയെയും കൊണ്ട് മെർലിൻ ഹോളിക്രോസ് മെഡിക്കൽ ലബോറട്ടറിയുടെ പടികൾ കയറി ചെന്നു. അപ്പോഴും അവളുടെ മനസ്സിലെ സംഭ്രമത്തിന് അയവ് വന്നിരുന്നില്ല. ഡോക്ടർ അശോകാണോ നോവലിൽ നിന്ന് കണ്ടെടുത്ത കടലാസിൽ ആ വരികൾ എഴുതി വെച്ചത്? എങ്കിൽ ഡോക്ടർക്ക് എവിടെ നിന്ന് ആ ലേഖനം കിട്ടി? അവൾ ആലോചനയോടെ നിന്നു. മെർലിൻ, വാട്ട് ഹാപ്പൻ ടു യു? ആശ്ചര്യത്തോടെ ലോറൻസ് ചോദിച്ചു. അവൾ ഞെട്ടലോടെ പപ്പയെ നോക്കി. ഡോക്ടർ എഴുതി തന്ന ആ കടലാസിതാ. അദ്ദേഹം കൈനീട്ടി. മെർലിൻ യാന്ത്രികമായി കടലാസ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കൗണ്ടറിലുണ്ടായിരുന്ന പെൺകുട്ടിക്ക് കൊടുത്തു. 320 രൂപ, പെൺകുട്ടി പറഞ്ഞു. ഹാൻഡ് ബാഗിൽ നിന്ന് പണമെടുത്ത് മെർലിൻ തുക ക്യാഷ് കൗണ്ടറിൽ അടിച്ചു. റിസൾട്ട് നാളെ കിട്ടൂ. ലോറൻസിന്റെ കൈത്തണ്ടയിൽ നിന്ന് പരിശോധനയ്ക്കുള്ള രക്തം സിറിഞ്ചിലെടുത്ത ശേഷം ടെക്നീഷ്യൻ പറഞ്ഞു. മെർലിൻ റെസിപ്റ്റ് വാങ്ങി ബാഗിൽ വെച്ചു. നാളെ റിസൾട്ട് കിട്ടും. അത് വാങ്ങി ഡോക്ടർ അശോകിനെ കാണാൻ പോകണം. ഡോക്ടർ അശോക് സംഗീത് മാത്യു. ആരാണ് ഡോക്ടർക്ക് ആ പേരിട്ടത്? ഡാഡിയോ മമ്മിയോ അതോ? എന്താ മോളെ നീ ആലോചിക്കുന്നേ? ലോറൻസിന്റെ ചോദ്യം കേട്ട് മെർലിന്റെ മുഖം വിളറി. താൻ ഏതോ സ്വപ്നലോകത്താണെന്ന് പപ്പയ്ക്ക് തോന്നിക്കാണും. ഒന്നുമില്ല പപ്പ, നമുക്ക് പോകാം. അവർ കാറിൽ കയറി. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടുമ്പോ ഞാനും വരണോ ഡോക്ടറെ കാണാൻ? ലോറൻസ് ചോദിച്ചു. വേണമെന്നില്ല, ഞാൻ പോയി കാണിച്ചിട്ട് വരാം. ആ ഡോക്ടർ ചെറുപ്പമാ, വലിയ എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല. പൊട്ടക്കണ്ണൻ മാവേലെറിയുന്നത് പോലെ വല്ല മരുന്നും കുറിച്ചു തരും, ഒത്തെങ്കിലൊത്തു. അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ. ഡോക്ടർ അശോകിൽ പപ്പയ്ക്ക് ഒട്ടും വിശ്വാസം വന്നിട്ടില്ല. നമുക്ക് നോക്കാം, അവൾ പറഞ്ഞു. സന്ധ്യയാവുകയായിരുന്നു അപ്പോൾ. അവൾ കാറിന്റെ ഹെഡ്ലൈറ്റ് തെളിയിച്ചു. പർവ്വതങ്ങൾ ഇപ്പോൾ ഇരുണ്ട നിഴൽ പോലെ, മലമടക്കുകളിൽ വെളിച്ചത്തിന്റെ പൊട്ടുകൾ. അവർ ചെന്നപ്പോൾ പെരുവിങ്കിൽ ഇരുട്ടിലായിരുന്നു. പപ്പ ഇറങ്ങിക്കോ, മുറ്റത്ത് കാർ നിർത്തിയിട്ട് മെർലിൻ പറഞ്ഞു. ലോറൻസ് ഇറങ്ങി. കാർ പോർച്ചിലിട്ടിട്ട് അവൾ വന്നപ്പോൾ പപ്പ സിറ്റൗട്ടിലെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ചുരൽ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോഫി ഉണ്ടാക്കി തരാം, ഇപ്പൊ തന്നെ ടാബ്ലറ്റ് കഴിക്കണം, അവൾ പറഞ്ഞു. മെർലിൻ വേഗം കാപ്പിയുണ്ടാക്കി 2 കഷ്ണം ബ്രെഡ് ജാം പുരട്ടി പപ്പയ്ക്ക് കൊടുത്തു. മരുന്നും കഴിപ്പിച്ചു. രാത്രി ഒന്നും കഴിക്കാൻ വേണ്ട, ലോറൻസ് പറഞ്ഞു. അതെന്താ? വിശപ്പില്ല. പപ്പയെ കമ്പിളി കൊണ്ട് പുതപ്പിച്ച് ലൈറ്റ് മണച്ച് അവൾ കിച്ചണിലേക്ക് ചെന്നു. മണി 7:30. അത്താഴത്തിന് നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ട് അവൾ ചൂടുവെള്ളത്തിൽ മേൽ കഴുകി. കുളി കഴിഞ്ഞ് പൈജാമയും കുർത്തയുമാണ് അവൾ ധരിച്ചത്. ഇന്ന് അത്ര തണുപ്പില്ല. തനിച്ചിരുന്നാണ് അവൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവൾക്ക് ഡോക്ടർ അശോകിനെ ഓർമ്മ വന്നു. ആ വരികൾ എഴുതി വെച്ചത് ഡോക്ടറാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? വയലറ്റ് മഷി കൊണ്ട് എഴുതുന്നവർ എത്രയോ പേർ കാണും. ബ്ലഡ് ടെസ്റ്റിന്റെ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് കാരണം മലയാളം അക്ഷരങ്ങളുമായി ഒത്തുനോക്കി സാമ്യം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തിനാണ് താൻ അതോർത്ത് ഇത്ര വേവലാതിപ്പെടുന്നത്? അവൾ ചിന്തിച്ചു. ആരോ ആ വരികൾ എഴുതി വെച്ചു, അതിന് തനിക്കെന്ത്? അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അവൾക്ക് ആ വിഷയം കൈവിടാൻ കഴിഞ്ഞില്ല. ആരാണ് അത് എഴുതിയതെന്നറിയണം. എങ്ങനെ അത് കിട്ടിയെന്ന ദുരൂഹതയും ഇല്ലാതാക്കണം. പിറ്റേന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങാനായി മെർലിൻ പീറ്റേഴ്സ് പോയിന്റിൽ വണ്ടി നിർത്തി. ഹോളിക്രോസ് മെഡിക്കൽ ലാബിൽ ചെന്നപ്പോൾ ലോറൻസിന്റെ ടെസ്റ്റ് റിസൾട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. പപ്പയുടെ പേരെഴുതിയ കവർ ഉടൻ തന്നെ അവൾക്ക് കിട്ടി. ലബോറട്ടറിയിൽ നിന്നിറങ്ങുമ്പോഴാണ് അവൾക്ക് മറ്റൊരു ചിന്ത ഉണ്ടായത്. ഡോക്ടർ അശോക് ലൈബ്രറിയിൽ ചെല്ലാറുണ്ടോ എന്ന് ബിൻസിയോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഡോക്ടർക്ക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ? അമൽജ്യോതി ലെൻഡിംഗ് ലൈബ്രറിയിലേക്ക് മെർലിൻ കയറി ചെന്നു. ബിൻസി പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ചു. പൈലോ കൊലയുടെ പുതിയ നോവൽ വന്നിട്ടുണ്ട് മിസ്, അവൾ പറഞ്ഞു. ഞാനിപ്പോൾ വന്നത് ബുക്ക് എടുക്കാനല്ല ബിൻസി, എനിക്കൊരു കാര്യം അറിയണം. ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോക് സംഗീത് മാത്യുവിനെ നീ അറിയുമോ? അറിയും, ബിൻസി പറഞ്ഞു. മെർലിന്റെ ഹൃദയം ഒന്ന് മിടിക്കാൻ മറന്നു. ഡോക്ടർ ബുക്ക് എടുക്കാൻ വരാറുണ്ടോ? ഇല്ല, എന്റെ ബ്രദർ ജോമോൻ അവിടെ ഫാർമസിസ്റ്റ് ആണ്. അവൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞയാഴ്ച ഞാൻ ഹോളി ക്രോസിൽ പോയപ്പോ ഡോക്ടർ അശോകിനെ തലവേദനയ്ക്ക് കാണുകയും ചെയ്തായിരുന്നു. മെർലിന് നിരാശ തോന്നി. എന്താ മിസ് ചോദിച്ചേ? വെറുതെ. പപ്പയ്ക്ക് വേണ്ടി ഡോക്ടർ അശോകിനെ കാണാൻ പോകുന്നുണ്ട്. ഡോക്ടറെക്കുറിച്ച് അറിയാൻ ചോദിച്ചെന്നേയുള്ളൂ. ഡോക്ടർ എവിടെ താമസമെന്നറിയാമോ? അറിയില്ല. ജോമോനോട് ചോദിക്കാം. അതൊന്നും വേണ്ട. വെർലിനിൽ വേഗം തന്നെ അവിടെ നിന്നിറങ്ങി. അവൾ നേരെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഡോക്ടർ അശോകിന്റെ ക്യാബിന് മുന്നിൽ അപ്പോഴും തിരക്കുണ്ടായിരുന്നു. അരമണിക്കൂർ അവൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ ഡ്യൂട്ടി സിസ്റ്റർ അവളെ അകത്തേക്ക് കടത്തിവിട്ടു. കടൽ നീലിമയുടെ നിറമുള്ള ഫുൾ സ്ലീവ് ഷർട്ടും ചാര നിറത്തിലുള്ള പാൻസുമായിരുന്നു ഡോക്ടർ അശോകിന്റെ വേഷം. കറുത്തു തിളങ്ങുന്ന മുടി ഭംഗിയായി പിന്നിലേക്ക് ചീകി വെച്ചിരിക്കുന്നു. അവളെ കണ്ട് ഡോക്ടർ ഒന്ന് മന്ദഹസിച്ചു. ഇരിക്കൂ. എതിർവശത്തെ കസേരയിൽ അവൾ ഇരുന്നു. പപ്പയ്ക്ക് എങ്ങനെയിരിക്കുന്നു? അയാൾ തിരക്കി. ചുമ കുറവുണ്ട്. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കാണിക്കാൻ വന്നതാണ് ഞാൻ. ഓ. ഹാൻഡ് ബാഗിൽ നിന്ന് വെളുത്ത നീളമുള്ള കവറെടുത്ത് അവൾ ഡോക്ടർക്ക് കൊടുത്തു. മെലിഞ്ഞു നീണ്ട ഭംഗിയുള്ള വിരലുകളായിരുന്നു ഡോക്ടർ അശോകിന്റേത്. രക്തപ്രസാദമുള്ള നഖങ്ങൾ. കവറിൽ നിന്ന് റിസൾട്ട് പ്രിന്റ് ചെയ്ത കടലാസ് എടുത്ത് ഡോക്ടർ നോക്കി. വൃത്തിയുള്ള ചുവപ്പ് രാശിയുള്ള ചുണ്ടുകളാണ്. പുകവലിയില്ലെന്ന് തോന്നുന്നു. നല്ല വെണ്മയുള്ള പല്ലുകൾ. റിസൾട്ടിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഡോക്ടർ അശോക് അവളെ നോക്കി. അവൾ ചൂളിപ്പോയി. കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അത് ട്രെക്കയിലേക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല. ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചാൽ മാറിക്കൊള്ളും. താങ്ക് യു ഡോക്ടർ. പപ്പയുടെ കേസ് ഷീറ്റിൽ ഡോക്ടർ എന്തോ എഴുതി. നീല നിറമുള്ള ഫൗണ്ടൻ പേന കൊണ്ടുള്ള മഷി. വയലറ്റ് മഷി. മെർലിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത ഒന്നുയർന്നു. ചോദിച്ചാലോ? വേണ്ട. ചിലപ്പോൾ നാണം കെടേണ്ടി വരും. ഫാർമസിയിൽ നിന്ന് പുതിയ ടാബ്ലറ്റ് തരും. 7 ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ് ക്യൂർ ആയില്ലെങ്കിൽ വരണം. ശരി ഡോക്ടർ. അവൾ തലകുലുക്കി. മെർലിൻ മുറിയിൽ നിന്നിറങ്ങി. പുറത്ത് അടുത്ത പേഷ്യന്റ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഫാർമസിയിലേക്ക് ചെന്നു. പപ്പയുടെ പേര് വിളിച്ചപ്പോൾ പണം കൊടുത്ത് പുതിയ ടാബ്ലറ്റ് വാങ്ങി. തിരിച്ച് കാറോടിക്കുമ്പോൾ അവൾ ഡോക്ടർ അശോകിനെ കുറിച്ചാണ് ചിന്തിച്ചത്. എന്തിനാണ് താൻ ആ ഡോക്ടറെക്കുറിച്ച് സകല സമയത്തും ഓർക്കുന്നത്? സുന്ദരനായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ചെറുപ്പക്കാരിക്ക് തോന്നുന്ന ആഭിമുഖ്യമാണോ അത്? അതോ താൻ എഴുതിയ വരികളിൽ അയാൾ ആകൃഷ്ടനായി എന്ന തോന്നൽ കൊണ്ടുള്ള ഇഷ്ടമാണോ? ചിലപ്പോൾ ആ കടലാസിനുള്ളിൽ ആ വരികൾ എഴുതി വെച്ചത് മറ്റാരെങ്കിലും ആയിരിക്കാം. ആളിനെ തിരിച്ചറിയുമ്പോൾ ഡോക്ടർ അശോകിനോടുള്ള താല്പര്യം കുറയുമോ? അവൾക്ക് അറിയില്ലായിരുന്നു. മെർലിൻ പെരിവിംഗിളിൽ ചെന്നപ്പോൾ ലോറൻസ് ടിവിയുടെ മുന്നിലായിരുന്നു. സ്ക്രീനിൽ അമേരിക്കൻ കാർ റേസ് പൊടി പൊടിക്കുന്നു. ഞാനിന്ന് ഡോക്ടറെ കാണാൻ പോയി പപ്പ. പുതിയ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ ലോറൻസ് മൂളി. അവൾ ലാബ് ടെസ്റ്റിന്റെ കവർ പപ്പയുടെ മുറിയിൽ കൊണ്ടുചെന്ന് മേശപ്പുറത്ത് വെച്ചു. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ടീച്ചേഴ്സ് റൂമിൽ എത്തിയപ്പോൾ ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു നോക്കി. സ്കൂൾ ക്യാമ്പസിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് സൈലന്റ് മോഡിൽ ഇട്ട് വെക്കും. നോക്കിയപ്പോൾ 2 മിസ്ഡ് കോളുകൾ. രണ്ടും ഒരേ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു. മെർലിൻ മിസ് അല്ലേ? ഒരു പെൺസ്വരം ചോദിച്ചു. യെസ്, ഞാൻ ബിൻസിയ മിസ്. അമൽജ്യോതി ലൈബ്രറി ലൈബ്രറിയിലെ ബിൻസി. എന്താ ബിൻസി? ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചു. ഡോക്ടർ അശോകിനെ കുറിച്ച് മിസ് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇന്നലെ ജോമോനോട് ചോദിച്ചു. വൈദ്യനാഥൻ സാറിന്റെ കോട്ടേജിലാണ് താമസിക്കുന്നത്. അത് അപ്രതീക്ഷിതമായ ഒരറിവായിരുന്നു മെർലിന്. വൈദ്യനാഥന് ലെൻഡിംഗ് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെസ്സേജ് ഇൻ ദി ബോട്ടിൽ എന്ന പുസ്തകം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സ്റ്റാഫ് വഴി അത് ഡോക്ടർ അശോകിന് കിട്ടിക്കാണും. അപ്പോൾ ഡോക്ടർ തന്നെയാവണം ആ വരികൾ കുറിച്ചു വെച്ചത്. പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രധാന കാര്യം പിന്നെയും അവശേഷിക്കുന്നു. മറ്റാരുടെയും കയ്യിൽ കിട്ടാത്ത ആ ലേഖനം ഡോക്ടർക്ക് എങ്ങനെ കിട്ടി? ഡോക്ടറുടെ വീട്ടിലാരൊക്കെയുണ്ട്? പെട്ടെന്ന് മെർലിൻ ചോദിച്ചു. തനിച്ചാണ് താമസം. മാരീഡ് അല്ലെന്ന് തോന്നുന്നു. കൊല്ലത്താണ് വീട്. വീട്ടിൽ അമ്മയും സിസ്റ്ററും ഉണ്ടെന്നാ ജോമോ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിനുള്ള ബെല്ല് മുഴങ്ങി. താങ്ക്സ് ബിൻസി, ഞാൻ പിന്നെ വിളിക്കാം. മെർലിൻ സംഭാഷണം അവസാനിപ്പിച്ചു. പണ്ട് കോളേജിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഉല്ലാസയാത്ര പോയപ്പോൾ കൊല്ലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. ഉച്ച കഴിഞ്ഞ് അവസാന പീരിയഡിൽ
വിവിധ ക്ലബ്ബുകളുടെ ചുമതലയുള്ള ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ വെച്ച് നടക്കുന്നുണ്ടെന്ന് അറിയിപ്പ് വന്നു. മ്യൂസിക് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, മൂവി ക്ലബ്ബ്, പെയിന്റിംഗ് ക്ലബ്ബ് തുടങ്ങി 10ലേറെ ക്ലബ്ബുകളുണ്ട് സ്കൂളിൽ. അതിൽ ഹെൽത്ത് ക്ലബിന്റെ ചാർജായിരുന്നു മെർലിന്. കൃത്യം 3 മണിക്ക് പ്രിൻസിപ്പൽ ഫാദർ സിൽവസ്റ്ററിന്റെ മുറിയിൽ ടീച്ചേഴ്സ് എല്ലാം ഹാജരായി. പ്രിൻസിപ്പൽ എല്ലാവരെയും ഒന്ന് നോക്കി. ഫ്രണ്ട്സ്, ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് 2 മാസമാകുന്നു. നമുക്കിതുവരെ ക്ലബ്ബുകൾ ആക്റ്റീവാക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ വി ഹാവ് ടു സ്പീഡ് അപ്പ്. എത്രയും വേഗം ഓരോ ക്ലബിന്റെയും ഇനാഗ്രേഷൻ നടത്തണം. ടോപ്പിക്കും അതിന് പറ്റിയ ആളെയും ഓരോരുത്തർക്കും സജസ്റ്റ് ചെയ്യാം. ഓരോ ടീച്ചർമാരും അവരവരുടെ മേഖലയിലുള്ള ഓരോ വിഷയവും ഉദ്ഘാടകന്റെ പേരും പറഞ്ഞു. മേർലിന്റെയും ഊഴമെത്തി. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മനസ്സിൽ കരുതി വെച്ച വിഷയം അവൾ പറഞ്ഞു. ഗുഡ്. ഹു വിൽ ഡെലിവർ ദ ടോക്ക്? ബെറ്റർ ഇഫ് ഇറ്റ്സ് എ ഡോക്ടർ. ഒരു ഡോക്ടറാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വ്യക്തിയെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ മെർലിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു മുഖം തെളിഞ്ഞു വന്നു. ഡോക്ടർ അശോക് സംഗീത് മാത്യു. ഹീസ് എ ഫിസിഷ്യൻ അറ്റ് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ. അവൾ പറഞ്ഞു. വെരി ഗുഡ്. പ്രിൻസിപ്പൽ അംഗീകരിച്ചു. പിന്നീടാണ് വേറൊരു കാര്യം മെർലിൻ ഓർമ്മ വന്നത്. ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വരാൻ ഡോക്ടർ അശോക് സമ്മതിക്കണമെന്നില്ല. സമ്മതിച്ചാൽ തന്നെ അദ്ദേഹത്തിന് സമയം കിട്ടണമെന്നുമില്ല. എങ്കിലും പിറ്റേന്ന് 2 കുട്ടികളുമൊത്ത് മെർലിൻ ഹോളി ക്രോസിൽ ചെന്നു. ക്ലബിന്റെ സെക്രട്ടറി ഡിംപിൾ ജോസും ജോയിന്റ് സെക്രട്ടറി റാണി ഫിലിപ്പും. രാവിലത്തെ റൗണ്ട്സ് കഴിഞ്ഞ് OPയിലേക്ക് വരികയായിരുന്ന ഡോക്ടർ അശോക്. കോറിഡോറിൽ വെച്ച് അവർ ഡോക്ടറെ കണ്ടുമുട്ടി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മെർലിൻ അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാണ്. ഡോക്ടറുടെ ഒരു സഹായം വേണം. അവർ മെല്ലെ നടന്നുകൊണ്ടാണ് സംസാരിച്ചത്. പറയൂ. മെർലിൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം അവതരിപ്പിച്ചു. സോ യു ആർ എ ടീച്ചർ? ആശ്ചര്യത്തോടെ ഡോക്ടർ ചോദിച്ചു. യെസ്. അവളുടെ മുഖം തുടുത്തു. പക്ഷേ കണ്ടാ തോന്നില്ല. വാട്ട്സ് യുവർ സബ്ജക്ട്? ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ വരാം. എന്നാണ്? കമ്മിങ് ഫ്രൈഡേ അറ്റ് 2:30 ആഫ്റ്റർനൂൺ. അശോക് ഒന്ന് ആലോചിച്ചു. നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് സ്കൂൾ അറിയില്ല. യു വിൽ ഹാവ് ടു പിക്ക് മീ അപ്പ്. 4 മണിക്ക് മുമ്പ് കൊണ്ടുവിടുകയും വേണം. 4:30 OP തുടങ്ങും. അങ്ങനെ ചെയ്യാൻ ഡോക്ടർ. സന്തോഷപൂർവ്വം അവൾ പറഞ്ഞു. മെർലിന്റെ നമ്പർ തരൂ. അവൾ പറഞ്ഞുകൊടുത്ത നമ്പർ ഡോക്ടർ സ്വന്തം മൊബൈലിൽ സേവ് ചെയ്തു. താങ്ക് യു ഡോക്ടർ. അവർ യാത്ര പറഞ്ഞിറങ്ങി. വീണ്ടും നേരെ സ്കൂളിലേക്ക്. ഫ്രണ്ട് സീറ്റിൽ മെർലിനോടൊപ്പം ഇരുന്നത് റാണിയാണ്. ബാക്ക് സീറ്റിൽ ഡിംപിൾ തനിച്ച്. മിസ്, ഐ ഹാവ് എ ഡൗട്ട്. ആദ്യത്തെ ഹെയർപിൻ വളവ് കയറുമ്പോൾ ഡിംപിൾ പിന്നിലിരുന്നു പറഞ്ഞു. വാട്ട്? മെർലിൻ ചോദിച്ചു. ലാസ്റ്റ് മിനിറ്റിൽ വരാൻ പറ്റില്ലെന്ന് വിളിച്ചു പറയാനാണോ ആ ഡോക്ടർ മിസ്സിന്റെ നമ്പർ മേടിച്ചത്? ഏയ്, ഐ തിങ്ക് ഈസ് എ ജെന്റിൽമാൻ. മെർലിന് സംശയമുണ്ടായിരുന്നില്ല. യെസ്, ഹീസ് എ സ്മാർട്ട് ഗൈ, റാണി പറഞ്ഞു. മെർലിന് അത്ഭുതം തോന്നി. 15 വയസ്സ് തികഞ്ഞിട്ടില്ല പെണ്ണിന്. ഡോക്ടർ ഒരു സ്മാർട്ട് ഗൈ ആണെന്ന് അവൾ കണ്ടുപിടിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ചക്കിനി 2 ദിവസം മാത്രം. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ അശോക് സ്കൂളിലേക്ക് വരുന്ന കാര്യം അവൾ ലോറൻസിനോട് പറഞ്ഞു. നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിയില്ലേ ക്ലാസ് എടുക്കാൻ? താല്പര്യമില്ലാത്ത മട്ടിൽ അദ്ദേഹം ചോദിച്ചു. അതെന്താ പപ്പ? ഹീസ് നോട്ട് എൻ എക്സ്പീരിയൻസ് ഡോക്ടർ. അവൾ ചിരിച്ചു. എനിക്ക് ടീച്ചിങ്ങിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ ബെസ്റ്റ് ടീച്ചറായിട്ട് കഴിഞ്ഞ കൊല്ലം കുട്ടികൾ എന്നെ സെലക്ട് ചെയ്തില്ലേ? 17 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരുന്നിട്ട് പോലും. ലോറൻസിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അന്ന് അത്താഴമുണ്ടാക്കുമ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരു ബുദ്ധി തെളിഞ്ഞത്. വയലറ്റ് മഷി കൊണ്ട് ആ വരികൾ എഴുതിയത് ഡോക്ടർ അശോകാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. കൂടുതൽ ആലോചിച്ചപ്പോൾ അത് വിജയിക്കുമെന്ന് തന്നെ അവൾക്ക് തോന്നി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ കാറുമെടുത്ത് മെർലിൻ ഹോളിക്രോസ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോളിക്രോസ് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് കാർ ഉള്ളിലേക്ക് എത്തുമ്പോൾ മെർലിൻ കൈത്തണ്ടയിലെ സ്വർണവാച്ചിൽ ഒന്ന് നോക്കി. സമയം 1:10. സ്കൂളിൽ നിന്ന് 40 മിനിറ്റ് എടുത്തു ഹോസ്പിറ്റലിലെത്താൻ. പാർക്കിംഗ് സ്ഥലത്ത് കുറേയേറെ കാറുകൾ കിടപ്പുണ്ടായിരുന്നു. ഒഴിവുള്ളൊരു സ്ഥലത്തേക്ക് വണ്ടിയിട്ടിട്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. തിളക്കമുള്ള വെയിൽ പരന്നിട്ടുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ തണുപ്പ് തങ്ങി നിൽക്കുന്നു. ഹോസ്പിറ്റലിന്റെ മുന്നിലെ പൂന്തോട്ടത്തിൽ കടും നിറത്തിലുള്ള പൂക്കൾ വിരിയിച്ചുകൊണ്ട് സീനിയയും ബിഗോണിയയും ക്രസാന്തിമാവും റോസും വളർന്നു നിൽക്കുന്നു. നിലത്ത് ചാര നിറത്തിലുള്ള ടൈലുകൾ പാകിയ മുറ്റം കടന്ന്
അവൾ മാർബിൾ പടികൾ കയറി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഉച്ചയായതുകൊണ്ടാവാം രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഔട്ട് പേഷ്യന്റ് രോഗികളുടെ എണ്ണം കുറവായിരുന്നു. മെർലിൻ നേരെ എൻക്വയറി കൗണ്ടറിലേക്ക് ചെന്നു. വിളറിയ മുഖമുള്ള ഒരു കന്യാസ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ മെർലിൻ. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വരാമെന്ന് ഡോക്ടർ അശോക് എഗ്രി ചെയ്തിരുന്നു. ഐ കെയിം ടു പിക്ക് ഹിം അപ്പ്. ഡോക്ടർ അശോക് ലഞ്ച് കഴിക്കാൻ പോയല്ലോ, 4:30 വരൂ. കമ്പ്യൂട്ടറിൽ നിന്ന് മുഖമുയർത്തി അവർ പറഞ്ഞു. ഒട്ടും മയമില്ലായിരുന്നു സിസ്റ്ററുടെ സ്വരത്തിൽ. എവിടെയാണ് ഡോക്ടർ ലഞ്ച് കഴിക്കാൻ പോകുന്നത്? അറിയില്ല. 1:30 ഇവിടുന്ന് പുറപ്പെട്ടാലേ 2:15 സ്കൂളിൽ ചെല്ലാൻ പറ്റൂ. 2:30 ക്ലാസ് തുടങ്ങണം. സിസ്റ്റർ, ക്യാൻ ഐ ഹാവ് ഹിസ് മൊബൈൽ നമ്പർ? അവൾ വിനീതഭാവത്തിൽ ചോദിച്ചു. സോറി. അവർ കമ്പ്യൂട്ടറിലേക്ക് തിരിഞ്ഞു. മെർലിൻ വിഷണ്ണയായി. ഇന്നത്തെ ക്ലാസിന്റെ കാര്യം ഡോക്ടർ അശോക് മറന്നിട്ടുണ്ടെങ്കിൽ, അഥവാ വൈകിയാണ് അദ്ദേഹം വരുന്നതെങ്കിൽ പ്രിൻസിപ്പലിന്റെ മുന്നിൽ നാണം കെട്ടത് തന്നെ. രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ സമീപത്ത് ഒഴിഞ്ഞുകിടന്ന കസേരകളിലൊന്നിൽ അവൾ ഇരുന്നു. കാത്തിരിക്കാതെ നിവൃത്തിയില്ല. തലേ ദിവസം ഒന്ന് വിളിച്ചോർമ്മിപ്പിക്കേണ്ടതായിരുന്നു. 1:30 പോകാൻ തയ്യാറാകണമെന്ന് പറയേണ്ടതായിരുന്നു. 2:30 ക്ലാസ് എന്നും വിളിക്കാൻ വരാമെന്നും മാത്രമേ അന്ന് പറഞ്ഞിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ എത്ര സമയമെടുക്കുമെന്ന് ഡോക്ടർക്കറിയില്ലല്ലോ. മിനിറ്റുകൾ കടന്നു പോകുന്തോറും മെർലിന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. മണി 1:30. പെട്ടെന്നാണ് അവൾക്ക് വേറൊരാശയം തോന്നിയത്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ കുറച്ചുകൂടി സൗമ്യഭാവത്തിലുള്ള വേറൊരു സിസ്റ്ററാണ് ഇരുന്നിരുന്നത്. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ. മെർലിൻ വേഗം എഴുന്നേറ്റ് രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെന്നു. സിസ്റ്റർ, എനിക്ക് ഡോക്ടർ അശോകിന്റെ നമ്പർ ഒന്ന് കിട്ടിയാൽ ഉപകാരമായിരുന്നു. അർജന്റാണ്. സിസ്റ്റർ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് ഒരു തുണ്ട് കടലാസിൽ നമ്പർ എഴുതി കൗണ്ടറിന്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നീട്ടി. താങ്ക് യു സിസ്റ്റർ, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഉടൻ തന്നെ മൊബൈൽ എടുത്ത് ആ നമ്പറിൽ വിളിച്ചു. ഹലോ. പെട്ടെന്ന് ഡോക്ടർ കോൾ എടുത്തു. ഡോക്ടർ, ഇത് മെർലിൻ ആണ്. മെർലിൻ എവിടെയാണ്? ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണ്. അതെയോ, ഞാനിതാ എത്തി. ഡോക്ടർ അശോകിന്റെ കാർ ഗേറ്റ് കടന്ന് കയറി വരുന്നത് അവൾ അപ്പോൾ കണ്ടു. അപ്പോൾ ഡോക്ടർ മറന്നിട്ടില്ല. അവൾ ഇറങ്ങിച്ചെന്നു. കാർ പാർക്ക് ചെയ്ത് ഡോക്ടർ അശോക് വേഗം വന്നു. ഞാൻ ലേറ്റായോ? ഇല്ല, പക്ഷേ നമുക്ക് പോകാൻ സമയമായി, അവൾ പറഞ്ഞു. എന്റെ കാറിൽ പോകാം, അല്ലെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടാക്കാൻ മെർലിൻ ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? നോ പ്രോബ്ലം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഈ വഴിയാണ്. താഴേക്ക് 2ാമത്തെ ബെഞ്ചിലാണ് എന്റെ വീട്. ദെൻ ഇറ്റ്സ് ഓക്കെ. അവർ അവളുടെ കാറിനടുത്തേക്ക് നടന്നു. ഹെൽത്ത് ക്ലബിൽ എത്ര കുട്ടികളുണ്ട്? അയാൾ ചോദിച്ചു. 9th 10th ക്ലാസ്സിലെ കുട്ടികൾ മാത്രം. ടോട്ടൽ 50, അവൾ പറഞ്ഞു. കാറിനടുത്തെത്തി അവർ ഒരു നിമിഷം നിന്നു. ഡോക്ടർ, ഫ്രണ്ടിൽ കയറൂ. ബാക്കിൽ തനിച്ചിരുന്ന് ബോറടിക്കേണ്ട, മെർലിൻ പറഞ്ഞു. 2 പേരും കാറിൽ കയറി. സമയത്ത് നമ്മൾ എത്തില്ലേ? അയാൾ ചോദിച്ചു. തീർച്ചയായും. കാർ മുന്നോട്ട് നീങ്ങി. ഡാഷ്ബോർഡിന് മീതെ സ്പാർക്സിന്റെ മെസ്സേജ് ഇൻ ദി ബോട്ടിൽ എന്ന പുസ്തകം അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വമായിരുന്നു അത്. ഡോക്ടർ അശോക് അത് കാണും, ചിലപ്പോൾ എടുത്തു നോക്കും. എന്തെങ്കിലും പറയുമോ എന്നറിയാമല്ലോ. കാർ മെല്ലെ ആദ്യത്തെ ഹെയർപിൻ കയറാൻ തുടങ്ങി. മെർലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയും ഞാനും മാത്രം, അവൾ പറഞ്ഞു. മമ്മി? എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഓ, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളന്ന് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ പപ്പയ്ക്ക് ജോലിയായിരുന്നോ? അല്ല, ബിസിനസ്. 1ഉം 2ഉമൊന്നുമല്ല. ഹോട്ടൽ, ഷൂ മാനുഫാക്ചറിംഗ്, ഡിസ്റ്റിലറി ഒക്കെ കളിച്ചു കളഞ്ഞു. കളിച്ചു കളഞ്ഞോ? അയാൾക്ക് മനസ്സിലായില്ല. കുതിരപ്പന്തയം ഒരു തരം പ്രാന്തായിരുന്നു പപ്പയ്ക്ക്. പിന്നെ മറ്റെല്ലാ വാതുവെപ്പും. 7 കൊല്ലം മുമ്പാണ് ഇവിടെ വന്നത്. ഒരു ഓറഞ്ച് തോട്ടം വാങ്ങി. നോക്കാൻ ആളില്ലാതെ നഷ്ടത്തിലായപ്പോൾ അതും വിറ്റു. അശോക് ആശ്ചര്യത്തോടെ അവളെ നോക്കി. മെർലിൻ സ്കൂളിൽ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2 കൊല്ലം കഴിഞ്ഞു. കയറ്റം കഴിഞ്ഞ് കാർ താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പച്ചക്കറി ട്രക്ക് കയറി വന്നത്. മെർലിൻ കാറിന്റെ ബ്രേക്ക് ഒന്ന് ചവിട്ടി. ഡാഷ്ബോർഡിലിരുന്ന നോവൽ പെട്ടെന്ന് നിലത്തേക്ക് വീണു. അശോക് അതെടുത്ത് നോക്കുന്നത് അവൾ ഇടം കണ്ണിലൂടെ കണ്ടു. റീഡിങ് ഇഷ്ടമാണോ മെർലിന്? മൈ മെയിൻ ഹോബി, അവൾ പുഞ്ചിരിച്ചു. മെസ്സേജ് ഇൻ ദി ബോട്ടിൽ അയാൾ വെറുതെ മായ്ച്ചു നോക്കി. ഇത് വായിച്ചതാണോ? അയാൾ ചോദിച്ചു. ഉവ്, എനിക്കും വായനയാണ് പ്രധാന നേരം പോക്ക്.
ഞാൻ വായിച്ചിട്ട് തന്നാ മതിയോ ഇത്? മതി, ഡോക്ടർ കൊണ്ടുപോയിക്കോളൂ. മെർലിന് സന്തോഷവും അതേസമയം ദുഃഖവും തോന്നി. ഡോക്ടർ അശോക് ഒരു നല്ല വായനക്കാരനാണല്ലോ എന്ന് സന്തോഷം. അയാൾ ആ പുസ്തകം വായിച്ചിട്ടില്ലല്ലോ എന്ന് ദുഃഖം. അപ്പോൾ ആ കുറിപ്പെഴുതി നോവലിൽ വെച്ചത് ഡോക്ടറല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഊഴം തന്റേതാണെന്ന് മെർലിന് തോന്നി. ഡോക്ടറുടെ സ്വന്തം സ്ഥലം തൃശൂരാണ്. പക്ഷേ സംസാരത്തിൽ തൃശൂർ സ്ലാങ് ഇല്ലല്ലോ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ജനിച്ചത് പത്തനംതിട്ട കുമ്പളാംപൊയ്കയിൽ, സ്കൂളിൽ കോട്ടയത്ത്, മെഡിസിന് തിരുവനന്തപുരത്തും വെല്ലൂരും, ഇപ്പോൾ വീട് തൃശൂരിലെ മുള്ളൂർക്കരയിൽ. മെർലിൻ വീണ്ടും ചിരിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ട്? സാധാരണ മട്ടിലുള്ള ചോദ്യമായിരുന്നു അതെങ്കിലും മെർലിന്റെ മനസ്സിൽ ഒരുപാട് ആകാംക്ഷയുണ്ടായിരുന്നു. മമ്മി മാത്രം. പപ്പ നേരത്തെ മരിച്ചു. എങ്കിൽ പിന്നെ മമ്മിയെ കൂടി ഇവിടെ കൊണ്ടുവരരുതോ? അവിടെ തനിച്ച്? മമ്മി തനിച്ചല്ല. 10-20 കോഴി, 3 പശു, 4 ആട്, 2 നായ്ക്കൾ, 3 പൂച്ചകൾ, 1 മാടത്ത, 10-15 പ്രാവുകൾ. ജീസസ്! അവൾ അത്ഭുതപ്പെട്ടു. സഹായിക്കാൻ 2 സ്ത്രീകളുണ്ട്, 1 പുറപ്പണിക്കാരനും. 2 ഏക്കർ പറമ്പുണ്ട്, ചുറ്റുമതിൽ സഹിതം. അതൊരു കൊച്ചു സാമ്രാജ്യമാണ്, അശോക് പറഞ്ഞു. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യാൻ പാടില്ലായിരുന്നോ? മമ്മിക്ക് സന്തോഷമാകുമായിരുന്നല്ലോ. തൃശൂരിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ 3 മാസം മുമ്പ് വരെ. പിന്നെന്താ അത് വിട്ട് ഇത്ര ദൂരെ ഇവിടേക്ക് വന്നത്? കൗതുകത്തോടെ അവൾ ചോദിച്ചു. അതോ, അത് പിന്നെ ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പം എന്റെ തലയിൽ വരച്ചിരുന്നു, ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി ഒരു പ്രഭാഷണം ചെയ്യണമെന്ന്. അപ്പോ പിന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് വരാതിരിക്കാൻ പറ്റോ? അശോക് പൊട്ടിച്ചിരിച്ചു. തമാശ മട്ടിൽ അയാൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് എന്തുകൊണ്ടോ മെർലിന് തോന്നി. അപ്പോഴേക്കും സ്കൂൾ എത്തി. ഗേറ്റ് കടന്ന് കാർ ഉള്ളിലേക്ക് കയറിയപ്പോൾ അശോക് വിടർന്ന കണ്ണുകളുടെ പുറത്തേക്ക് നോക്കി. ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, അയാൾ പറഞ്ഞു. അവൾക്ക് അഭിമാനം തോന്നി. പോർച്ചിൽ ചെന്ന് കാർ നിന്നു. അശോക് വണ്ടിയിൽ നിന്നിറങ്ങി. കാർ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് മെർലിൻ വേഗം തിരിച്ചെത്തു. നമുക്ക് ആദ്യം പ്രിൻസിപ്പലിനെ കാണാം, അവൾ പറഞ്ഞു. ഓ ഷുവർ. ചുറുചുറുക്കോടെ 2 പേരും സ്റ്റെയർ കേസ് കയറി. മുകളിലെത്തിയപ്പോൾ ഹാഫ് ഡോർ തുറന്ന് ആദ്യം മെർലിനും പിന്നാലെ ഡോക്ടർ അശോകും അകത്തേക്ക് കയറി. എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ സിൽവസ്റ്റർ. അദ്ദേഹം പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ഡോക്ടർ അശോക് സംഗീത് മാത്യു, ഹി ക്ലെയിം ടു ഇനാഗ്രേറ്റ് അവർ ഹെൽത്ത് ക്ലബ്. മെർലിൻ ഡോക്ടറെ പരിചയപ്പെടുത്തി. വെൽക്കം യങ് മാൻ, ഐ ആം ഫാദർ സിൽവസ്റ്റർ. അദ്ദേഹം എഴുന്നേറ്റ് അശോകിന്റെ കൈപിടിച്ച് കുലുക്കി. പ്ലീസ് സിറ്റ് ഡൗൺ. അശോകും മെർലിനും എതിർവശത്തെ കസേരയിലിരുന്നു. പ്രിൻസിപ്പലിന്റെ ബോർഡ് വെച്ച ഈ മുറിയിലേക്ക് കയറി വരാൻ എനിക്കിത്തിരി ഭയമുണ്ടായിരുന്നു. വൈ? ഫാദർ സിൽവസ്റ്ററിന്റെ കണ്ണുകളിൽ ആശ്ചര്യം. സ്കൂൾ കാലത്ത് 2 തവണ മാത്രമേ പ്രിൻസിപ്പലിന്റെ മുറിയിൽ പോകേണ്ടി വന്നിട്ടുള്ളൂ, 2ഉം തല്ലുകേസിലെ പ്രതിയായിട്ട്. ഫാദർ പൊട്ടിച്ചിരിച്ചു. മെർലിനും. കുട്ടിക്കാലത്ത് ഡോക്ടർ വികൃതി കുട്ടിയായിരുന്നു അല്ലേ? വികൃതി കാട്ടുന്ന കുട്ടികൾ എനർജറ്റിക് ആണ്, അതൊരു ബാഡ് മാർക്കല്ല. അവർ അല്പനേരം സൗഹൃദത്തോടെ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ഫാദർ കൈത്തണ്ട ഉയർത്തി വാച്ചിൽ നോക്കി. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 2:30. യു ക്യാൻ മൂവ് ടു ദി ക്ലാസ്. 2 പേരും എഴുന്നേറ്റു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനം നടക്കുന്ന ക്ലാസ്സിലേക്ക് ഡോക്ടർ അശോകിനെ മെർലിൻ കൊണ്ടുപോയി. നീണ്ട ഇടനാഴിയിൽ വെച്ച് സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും എതിരെ വന്നു. 2 പേരും മെർലിനെ നോക്കി പുഞ്ചിരിച്ചു. അവർ അശോകിന്റെ നേരെ നോക്കിയതേയില്ല. ഇവിടുത്തെ ടീച്ചേഴ്സാണ്, അവൾ പറഞ്ഞു. അയാൾ തല കുലുക്കിയതേയുള്ളൂ. ക്ലാസ്സിൽ യൂണിഫോം ധാരികളായ 50 ആൺകുട്ടികളും പെൺകുട്ടികളും നിശബ്ദരായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മെർലിനെയും അശോകിനെയും കണ്ട് കുട്ടികൾ ആദരപൂർവ്വം എഴുന്നേറ്റു. ഭംഗിയുള്ള ടേബിൾ ക്ലോത്ത് വിരിച്ച മേശ, മേശപ്പുറത്ത് ഫ്ലവർ വേസിൽ പൂക്കൾ. ഒരു കസേര മാത്രമേ ഡയസിലുണ്ടായിരുന്നുള്ളൂ. ഇരിക്കൂ ഡോക്ടർ, മെർലിൻ പറഞ്ഞു. അശോക് ഇരുന്നു. 2-3 മിനിറ്റ് എടുത്ത് ഡോക്ടർ അശോകിനെ മെർലിൻ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഡിംപിൾ റോസ് അശോകിനെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചു. ഹെൽത്ത് ക്ലാസ് ഉദ്ഘാടനത്തിനായി റാണി ഫിലിപ്പ് ഡോക്ടറെ ക്ഷണിച്ചു. മെർലിൻ ചെന്ന് കുട്ടികളോടൊപ്പം ഇരുന്നു. പ്രസന്നമായ മുഖത്തോടെ അശോക് കുട്ടികളെ അഭിമുഖീകരിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ ഹാൻസം യങ് മെൻ ആൻഡ് ബ്യൂട്ടിഫുൾ യങ് ലേഡീസ്. ആ അഭിസംബോധന കൗമാരക്കാരെ ശരിക്കും രസിപ്പിച്ചു. പിന്നീട്
വളരെ ലളിതവും ശുദ്ധവുമായ ഇംഗ്ലീഷിൽ 40 മിനിറ്റോളം ശുചിത്വവും ആരോഗ്യവും സംബന്ധിച്ച് ഡോക്ടർ അശോക് സംസാരിച്ചു. വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്. മെർലിന് അഭിമാനം തോന്നി. താങ്ക് യു ഡോക്ടർ, എക്സലന്റ് ടോക്ക്. കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വെൽക്കം. അയാൾ പുഞ്ചിരിച്ചു. പ്രിൻസിപ്പാലിന്റെ മുറിയിൽ ചെറിയ ചായ സൽക്കാരവും കഴിഞ്ഞിട്ടാണ് അശോകിനെ മെർലിൻ വീണ്ടും ഹോളിക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് വിട്ടത്. ഇറങ്ങുമ്പോൾ മെസ്സേജ് ഇൻ ദ ബോട്ടിൽ കയ്യിലെടുക്കാൻ അശോക് മറന്നില്ല. വായിച്ചാലുടൻ തിരിച്ചെത്തിക്കും. അത് മതി. താങ്ക് യു അഗെയിൻ. ഇത്ര മനോഹരമായൊരു ദിവസം എനിക്ക് സമ്മാനിച്ചതിന് ഞാനാണ് താങ്ക്സ് പറയേണ്ടത്, അശോക് പറഞ്ഞു. തിരിച്ച് പെരുവിങ്കളിലേക്ക് കാറോടിക്കുമ്പോൾ മെർലിന് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം തോന്നി. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥയുണ്ടായിരുന്നു. തുണ്ട് കടലാസിൽ ആ വരികൾ നോവലിനുള്ളിൽ എഴുതി വെച്ചത് ആരാണ്? ആ ലേഖനം എങ്ങനെ ആ ആളിന്റെ കയ്യിൽ കിട്ടി? ഹെൽത്ത് ക്ലബ് ഇനാഗ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ലോറൻസ് അവളോട് ചോദിച്ചു. ഗ്രേറ്റ്. 1ാം തരം ക്ലാസ് ആയിരുന്നു ഡോക്ടർ അശോകിന്റേത്. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്ക രാജാവ്, അദ്ദേഹം പരിഹസിച്ചു. അവൾ പപ്പയോട് കപട ദേഷ്യം കാട്ടി. പപ്പ ഒന്നും മിണ്ടാതിരിക്കാമോ? അദ്ദേഹം ചിരിച്ചു. അന്ന് രാത്രി ഉറങ്ങും മുമ്പ് മെർലിൻ ആ ലേഖനമെടുത്ത് ഒരിക്കൽ കൂടി വായിച്ചു. പാതവക്കിൽ എന്റെ കുതിരവണ്ടി നിർത്തിയിട്ട് നഗ്നപാതയായി ഞാൻ പൂക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇളങ്കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന ലില്ലിപ്പൂക്കൾ വിസ്മയത്തോടെ എന്നെ നോക്കി. നോക്കെത്താ ദൂരത്തോളം വെള്ള നിറത്തിലുള്ള പട്ട് വിരിച്ചതുപോലെ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. തൂവെള്ള ഗൗൺ ധരിച്ച മാലാകയെ പോലെ പൂക്കൾക്ക് മീതെ ഒഴുകി നടക്കാൻ ഞാൻ കൊതിച്ചു. അവളുടെ കണ്ണുകളെ നിദ്ര മെല്ലെ തഴുകി. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് മെർലിൻ ഞെട്ടി ഉണർന്നത്. നോക്കിയപ്പോൾ അശോക് കോളിംഗ്. അതോടെ അവളുടെ ഉറക്കം പോയി. ഹലോ. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയായിരുന്നോ? അല്ല. എന്താ ഡോക്ടർ? മണി 11:10. അതുകൊണ്ടാ ചോദിച്ചത്. മെസ്സേജ് ഇൻ ദ ബോട്ടിൽ ഞാനിപ്പോൾ വായിച്ചു കഴിഞ്ഞതേയുള്ളൂ. ഡിഡ് യു ലൈക്ക് ഇറ്റ്? അവൾ വെറുതെ ചോദിച്ചു. യെസ്. ഞാൻ ഇപ്പോൾ വിളിച്ചത് അത് പറയാനല്ല. ഈ നോവൽ കഴിഞ്ഞയാഴ്ച എനിക്ക് കിട്ടിയിരുന്നു. 10-30 പേജ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. വീണ്ടും അത് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. മെർലിന്റെ ഹൃദയം ഒന്ന് മിടിക്കാൻ മറന്നു. വായിച്ചു തീർന്ന പേജിൽ ഡോക്ടർ ഒരടയാളം വെച്ചിരുന്നു അല്ലേ? അവൾ ചോദിച്ചു. അതെ, ഒരു കടലാസ് കഷ്ണം. വെറും കടലാസായിരുന്നോ അത്? അല്ല, 4-5 വരികൾ കുറിച്ചിട്ടിരുന്നു. എന്നെ വല്ലാതെ സ്പർശിച്ച ചില വരികൾ. മെർലിന്റെ ഹൃദയം വീണ്ടും മിടിക്കാൻ തുടങ്ങി. ഓർമ്മയുണ്ടോ ആ വരികൾ? ഉവ്. ഏപ്രിൽ മാസത്തിലെ ഒരു സായാഹ്നത്തിലാണ് താഴ്വര നിറയെ തൂവെള്ള നിറത്തിലുള്ള ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടത്. ബാക്കി ഞാൻ പറയട്ടെ? അവൾ ഉത്സാഹത്തോടെ ചോദിച്ചു. പറയൂ. പാതവക്കിൽ എന്റെ കുതിരവണ്ടി നിർത്തിയിട്ട് നഗ്നപാതയായി ഞാൻ പൂക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. മെർലിൻ എങ്ങനെ അറിയാം ഇത്? അത്ഭുതത്തോടെ അശോക് ചോദിച്ചു. പറയാം. ഡോക്ടർക്ക് ആ വരികൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ആദ്യം പറയൂ, അവൾ ആവശ്യപ്പെട്ടു. പറയാം. അതൊരു കഥയാണ്. മെർലിൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചിരുന്നു. ലണ്ടനിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ വിശാൽ മൽഹോത്ര. വിശാൽ അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. വെല്ലൂരിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എന്നെയും ലണ്ടനിലേക്ക് കൊണ്ടുപോകണമെന്ന അവന്റെ ആഗ്രഹം. മെർലിന് ആശ്ചര്യം തോന്നി. അശോക് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ലണ്ടനും വിശാൽ മൽഹോത്രയും തന്റെ ലേഖനവും തമ്മിൽ എന്ത് ബന്ധം? എങ്കിലും അവൾ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ചിരുന്നു. അവന്റെ നിർബന്ധത്തിന് വഴങ്ങി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എടുക്കാൻ വേണ്ടിയാണ് പീറ്റേഴ്സ് പോയിന്റിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ ചെന്നത്. ഇത്രയും കേട്ടതോടെ മെർലിന് സംഭവിച്ചതെന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. ശരി, അശോക് പറയട്ടെ. എല്ലാം കൂടി ഏതാണ്ട് 10-30 കോപ്പികൾ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രിയിൽ ക്രിസ്റ്റീസ് കോട്ടേജിൽ ചെന്ന് കവർ തുറന്ന് കോപ്പികൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് വേറെ 4-5 കടലാസുകൾ കൂടി അതിന്റെ ഒപ്പം ഇരിക്കുന്നത് കണ്ടത്. മലയാളത്തിൽ എഴുതിയ ഒരു കവിതയോ ലേഖനമോ ആയിരുന്നു അത്. ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിലെ എബി ആ ലേഖനത്തിന്റെ ഒരു കോപ്പിക്ക് പകരം 2 കോപ്പികൾ എടുത്തു കാണും. രണ്ടാമത്തെ കോപ്പി അറിയാതെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം വെച്ച് കാണും. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് റൈറ്റിംഗ്. ആരോ അവിടെ കോപ്പി എടുക്കാൻ കൊടുത്തതാണെന്ന് മനസ്സിലായി. ഭാഗ്യത്തിന് ഒരെണ്ണം എനിക്കും കിട്ടി. എനിക്കിഷ്ടപ്പെട്ട ചില വരികൾ ഞാനൊരു കടലാസിൽ കുറിച്ചെടുത്തു. നിക്കോളാസ് പാക്സിന്റെ
മെസ്സേജ് ഇൻ ദ ബോട്ടിൽ എന്ന നോവൽ വായിച്ചപ്പോൾ ആ കടലാസാണ് അടയാളം വെച്ചത് അല്ലേ? അവൾ ചോദിച്ചു. അതെ. പിറ്റേന്ന് ജെറാൾഡ് ആ നോവൽ തിരിച്ചു മേടിക്കുകയും ചെയ്തു. പാതി പോലും ഞാൻ വായിക്കും മുന്നേ. ആരാണ് ജെറാൾഡ്? മിസ്റ്റർ വൈദ്യനാഥന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്റെ പരിചയക്കാരനും. ജെറാൾഡ് ഇടയ്ക്കൊക്കെ വായിക്കാൻ നോവലുകൾ കൊണ്ടുവന്ന് തരാറുണ്ട്. ജെറാൾഡ് മടക്കിക്കൊടുത്ത നോവൽ അമൽജ്യോതി ലെൻഡിംഗ് ലൈബ്രറിയിൽ നിന്ന് പിന്നെ ഞാനാണ് ഇതെത്തത്. അശോക് എഴുതി വെച്ച കടലാസ് അതിൽ നിന്ന് എനിക്ക് കിട്ടി. വയലറ്റ് മഷി കൊണ്ട് എഴുതിയ ആ വരികൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മെർലിൻ പറഞ്ഞു. ആരാണ് ആ ലേഖനം എഴുതിയെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ എഴുതിയ ആളിന്റെ പേരില്ലായിരുന്നു. അശോക് അറിയിച്ചു. താനാണ് എഴുതിയതെന്ന് പറയാൻ എന്തോ അവൾക്ക് മടി തോന്നി. ഒരുതരം ലജ്ജ, സങ്കോചം. സന്തോഷകരമായ ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇതും അത്തരത്തിലൊരു കാര്യമായിരുന്നു. അശോക് പറഞ്ഞു. യെസ്, യു ആർ റൈറ്റ്. സന്തോഷകരമായ അനുഭവങ്ങൾ മാത്രമല്ല, മിസ്റ്റീരിയസ് ആയ സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ കളർഫുൾ ആക്കുന്നതും അതൊക്കെ തന്നെയാണ്. മെർലിൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. സമയം ഒരുപാടായല്ലോ. ഇഫ് ഐ ഡിസ്റ്റർബ് യു ഇൻ യുവർ സ്ലീപ്പ് ഐ ആം വെരി വെരി സോറി. അശോക് ക്ഷമാപണം നടത്തി. ഇല്ല അശോക്, ഞാൻ ലേറ്റായാണ് ഉറങ്ങാറ്. അതിരിക്കട്ടെ, ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചോ? അവൾ ചോദിച്ചു. ആദ്യം പാസ്പോർട്ട് കിട്ടണം. പിന്നെ ഡോക്ടർ ക്ലെമന്റ് സമ്മതിക്കണം. ആരാണ് ഈ ഡോക്ടർ ക്ലെമന്റ്? ഹോളി ക്രോസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്. 1 വർഷത്തെ ബോണ്ട് എഴുതി കൊടുത്തിട്ടാ ജോയിൻ ചെയ്തത്. അതിനു മുന്നേ റിസൈൻ ചെയ്തു പോകാൻ പറ്റില്ല. അത് നന്നായി, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താ? അശോക് ശരിക്ക് കേട്ടില്ല. നത്തിങ്. ഗുഡ് നൈറ്റ് ഡോക്ടർ. അവൾ ശുഭരാത്രി ആശംസിച്ചു. ഗുഡ് നൈറ്റ് മെർലിൻ. മൊബൈല് സൈലന്റ് മോഡിലാക്കി വെച്ചിട്ട് അവൾ ബ്ലാങ്കറ്റിനുള്ളിൽ അഭയം പ്രാപിച്ചു. നല്ല തണുപ്പുള്ള രാത്രി. 4-5 കിലോമീറ്റർ അകലെ ക്രിസ്റ്റീസ് കോട്ടേജിലെ ബെഡ്റൂമിൽ ഡോക്ടർ അശോക് സംഗീത് മാത്യുവും ഇതുപോലെ ബ്ലാങ്കറ്റിനുള്ളിലേക്ക് രക്ഷ തേടിക്കാണും. അശോക് പറഞ്ഞത് ശരിയാണ്. സന്തോഷകരമായ ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. കണ്ണടച്ച് സുഖമുള്ള ഒരു ആലസ്യത്തിൽ ലയിച്ച് മെർലിൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. പരസ്പര ബന്ധമില്ലാത്ത സ്വപ്നങ്ങൾ. ഒന്നിലും അവൾ കഥാപാത്രമായിരുന്നില്ല. രാവിലെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ മൊബൈൽ സംഗീതം പൊഴിച്ചത്. നോക്കിയപ്പോൾ അശോകാണ്. അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത ഉയർന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ് മെർലിൻ. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ഹൗ ഇസ് യുവർ പപ്പ? ഹീസ് ഫൈൻ, താങ്ക് യു. നോ വീസിംഗ്, നോ കഫിംഗ്. രാത്രി സുഖമായി ഉറങ്ങുന്നു, അവൾ പറഞ്ഞു. ഓക്കെ, ആ ടാബ്ലറ്റ് 7 ദിവസം കണ്ടിന്യൂ ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം. സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും മെർലിൻ. യെസ്, ബട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നു അവൾ. 9 റൗണ്ട്സ് തുടങ്ങണം. അതിന്റെ ഒരുക്കത്തിലാണ് ഞാൻ. ബൈ. ബൈ. അവൾക്ക് നിരാശ തോന്നി. പക്ഷേ രാവിലെ തന്നെ അശോക് ഓർത്ത് വിളിച്ചല്ല എന്നോർത്തപ്പോൾ ആഹ്ലാദവും അനുഭവപ്പെട്ടു. സ്കൂളിൽ പോകാൻ ഡ്രസ്സ് ചെയ്തതിനു ശേഷം ലോറൻസുമൊത്ത് മെർലിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഡോക്ടർ അശോക് വിളിച്ചിരുന്നു. 2 കപ്പുകളിലേക്ക് കോഫി പകർന്നുകൊണ്ട് അവൾ പറഞ്ഞു. ചോദ്യഭാവത്തിൽ അദ്ദേഹം മുഖമുയർത്തി. പപ്പയുടെ രോഗവിവരം അന്വേഷിക്കാൻ? ഞാൻ പറഞ്ഞു നല്ല ആശ്വാസമുണ്ടെന്ന്. ലോറൻസ് ഒന്ന് ചിരിച്ചു. അതിപ്പോ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും എന്റെ അസുഖം മാറിയേനെ. തണുപ്പ് കൂടുമ്പോൾ ചുമ വരും, തണുപ്പ് കുറയുമ്പോൾ അതങ്ങ് മാറും. പപ്പയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും. പപ്പ ടാബ്ലറ്റ് മുടക്കരുത്, കേട്ടില്ലേ? ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. അന്ന് സ്കൂളിൽ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് മെർലിൻ ടീച്ചേഴ്സ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ സിസ്റ്റർ എമ്മ ഉണ്ടായിരുന്നു അവിടെ. മുഖം നിറയെ ഗൗരവമായിരുന്നു. മെർലിൻ, അവർ വിളിച്ചു. എന്താ സിസ്റ്റർ? അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു മുമ്പ് ഫാദർ ഇമ്മാനുവൽ വന്നായിരുന്നു. മെർലിൻ മിസ്സിനെ അന്വേഷിച്ച്. എന്തിനായിരുന്നു? അവൾ ചോദിച്ചു. അത് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതാ, എന്നിട്ടും പറഞ്ഞില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സിസ്റ്റർ അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ മെർലിന്റെ ഉള്ളിൽ ചിരിപൊട്ടി. ഫാദർ ഇമ്മാനുവൽ ഒരു സ്ത്രീയുമായും സൗഹൃദം പകരുന്നത് സിസ്റ്റർ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ താൻ ഏതെങ്കിലും പുരുഷനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് സിസ്റ്റർ എമ്മയ്ക്ക് ഇഷ്ടമല്ല. സ്കൂൾ മാഗസിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും. ആത്മകഥ എന്ന പോലെ മെർലിൻ പറഞ്ഞു. പക്ഷേ സിസ്റ്റർ എമ്മ അത് കേട്ടതായി നടിച്ചില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഫാദർ ഇമ്മാനുവലിനെ കാണാൻ കോണിപ്പടികൾ കയറി മെർലിൻ ചെന്നു. ഫാദർ അന്വേഷിച്ചു എന്നറിഞ്ഞു. യെസ്,
ഐ വാണ്ട് യു ഫോട്ടോഗ്രാഫ്, എ ലവ്ലി വൺ. അവളൊന്ന് പകച്ചു. സ്കൂൾ മാഗസിനിൽ കൊടുക്കാനാണ്. ആ ആർട്ടിക്കിളിന്റെ കൂടെ. മനോഹരമായ ആ ലേഖനം എഴുതിയത് സുന്ദരിയായ ഒരു ടീച്ചറാണെന്ന് അറിയാത്തവർ അറിയട്ടെ. മെർലിന് അശോകിനെയാണ് ഓർമ്മ വന്നത്. സ്കൂൾ മാഗസിന്റെ ഒരു കോപ്പി അശോകിന് കൊടുക്കണം. അശോക് അത് തുറന്നു നോക്കുമ്പോഴേ അറിയൂ അത് എഴുതിയത് ആരായിരുന്നുവെന്ന്. അശോകിനതൊരു സർപ്രൈസ് ആയിരിക്കും. മെർലിൻ ഊറിച്ചിരിച്ചു. വൈ ആർ യു ലാഫിംഗ്? മനസ്സിലാകാതെ ഫാദർ ചോദിച്ചു. ഒന്നുമില്ല ഫാദർ, ഫോട്ടോ നാളെ തന്നെ കൊണ്ടുവരാം. മാറ്റർ കമ്പോസ് ചെയ്തു കഴിഞ്ഞു. പേജ് ലേഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത മാസം 10th മാഗസിൻ റിലീസ് ചെയ്യും. ഇനി വെറും 3 ആഴ്ച മാത്രം. ശരി ഫാദർ. അവൾ ടീച്ചേഴ്സ് റൂമിൽ തിരിച്ചെത്തിയപ്പോൾ സിസ്റ്റർ എമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ ഫാദർ കാണണമെന്ന് പറഞ്ഞത്? ആകാംക്ഷ അടക്കാൻ വയ്യാതെ അവർ ചോദിച്ചു. എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറയാൻ. രഹസ്യഭാവത്തിലാണ് മെർലിൻ അത് വെളിപ്പെടുത്തിയത്. സിസ്റ്റർ അമ്മയുടെ മുഖം ചൊളിഞ്ഞു. എന്തിനാണെന്ന് പറഞ്ഞില്ല. സിസ്റ്റർ എമ്മ ഇന്നു മുതൽ അതേക്കുറിച്ച് ചിന്തിച്ച് തല പുകയ്ക്കട്ടെ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായ കൗതുകം ഒരിക്കലും നന്നല്ല. ആ ഞായറാഴ്ച രാവിലെ മെർലിൻ പതിവ് സമയത്ത് തന്നെ ഉണർന്നു. സ്കൂളില്ലാത്തതുകൊണ്ട് അല്പനേരം കൂടി വെറുതെ കിടക്കാം. പക്ഷേ ചർച്ചിൽ പോകണം. 8 മണിക്കാണ് സർവീസ്. 7:30 ഇറങ്ങിയാൽ മതി. ചില ദിവസങ്ങളിൽ ചർച്ചിൽ പോകാൻ പപ്പ മടിക്കും. പക്ഷേ പപ്പ കൂടി വരുന്നതായിരുന്നു അവൾക്കിഷ്ടം. 7 മണിയായപ്പോൾ ഒരു കപ്പ് ചൂടുകാപ്പിയുമായി അവൾ ലോറൻസിന്റെ മുറിയിലേക്ക് ചെന്നു. എഴുന്നേറ്റ് കിടക്കയിലിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സൺഡേ അല്ലേ മോളെ? കാപ്പി വാങ്ങിക്കൊണ്ട് ലോറൻസ് ചോദിച്ചു. യെസ്, ഞാനും വരുന്നു ഇന്ന് പള്ളിയിൽ പോകാൻ. അവൾ അത്ഭുതപ്പെട്ടു. ഇത് പതിവില്ലാത്തതാണ്. എങ്കിൽ വേഗം റെഡിയാവൂ പപ്പാ. അദ്ദേഹം തലകുലുക്കി. ലോങ് സ്കേർട്ടും ഫുൾ സ്ലീവുമുള്ള ബ്ലൗസും അതിന്റെ മീതെ കമ്പിളിക്കുപ്പായം ധരിച്ചാണ് മെർലിൻ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയത്. അവൾ ചെന്നപ്പോൾ പാൻസും ഷർട്ടും ഓവർകോട്ടും ധരിച്ച് ലോറൻസ് തയ്യാറായി നിന്നു. വീട് പൂട്ടി അവർ കാറിനടുത്തേക്ക് ചെന്നു. നേരത്തെ മൂടൽമഞ്ഞുണ്ടായിരുന്നു അപ്പോഴും. ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്താലോ? പെട്ടെന്ന് ലോറൻസ് ചോദിച്ചു. വൈ നോട്ട്? അവൾ വീണ്ടും അത്ഭുതപ്പെട്ടു. 4-5 വർഷമെങ്കിലും ആയി കാണും പപ്പ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട്. കാർ റേസിംഗ് ഹരമായിരുന്ന ആളാണ്. അല്ലെങ്കിൽ വേണ്ട, യു ടേക്ക് ദി വീൽ. അദ്ദേഹം പിൻവലിഞ്ഞു. മെർലിനാണ് ഡ്രൈവ് ചെയ്തത്. കുന്നിൻ മുകളിലെ സമനിരപ്പിലായിരുന്നു സെന്റ് പോൾ ചർച്ച്. ചുറ്റിനും ഓക്കുമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. യൂറോപ്യൻ മട്ടിലുള്ള ഇടത്തരം ചർച്ച്. ടി എസ്റ്റേറ്റിൽ ആദ്യകാലത്ത് മാനേജറായി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒലിവർ സായിപ്പാണ് ആ പള്ളി നിർമ്മിച്ചത്. പിന്നിൽ സെമിത്തേരിയുണ്ട്. അതിൽ പാതിയോളം കലറുകൾ യൂറോപ്പിൽ നിന്ന് വന്ന സ്ത്രീ പുരുഷന്മാരുടേതും കുട്ടികളുടേതുമാണ്. ഒരു ഓക്കുമര ചുവട്ടിൽ ചെന്ന് മെർലിൻ കാർ നിർത്തി. വണ്ടിയിൽ നിന്നിറങ്ങുമ്പോഴാണ് മറ്റൊരു കാർ തൊട്ടടുത്ത് വന്ന് നിന്നത്. അത് ചാൾസ് ലീറോയുടെ കാറായിരുന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി ചുറുചുറുക്കോടെ മെർലിന്റെ അടുത്തേക്ക് വന്നു. കറുത്ത സ്യൂട്ടായിരുന്നു അയാളുടെ വേഷം. ഗുഡ് മോർണിംഗ് മെർലിൻ, പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. മനസ്സിലാകാത്ത മട്ടിൽ ലോറൻസ് അയാളെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഡാഡിയാ? അയാൾ ചോദിച്ചു. യെസ് പപ്പ, ദിസ് ഈസ് മിസ്റ്റർ ചാൾസ് ലീറോയ്. അവൾക്ക് അയാളെ പപ്പയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു. ലോറൻസ് അയാളുടെ കൈപിടിച്ചു കുലുക്കി. ഐ ആം ലോറൻസ്, ഹർ ബിലവഡ് പപ്പ. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മെർലിനും ഞാനും അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. ഇറ്റ് വാസ് എ വെരി ക്യൂരിയസ് മീറ്റിംഗ്. ലിറോയ് അവളെ നോക്കി ഒരു കണ്ണടിച്ച് കാട്ടി പുഞ്ചിരിച്ചു. മെർലിന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിരുന്നു തിടുക്കം. സർവീസിന് സമയമായെന്ന് തോന്നുന്നു. ഓക്കെ, നടന്നോളൂ, പിന്നെ കാണാം. അവൾ പപ്പയെയും കൊണ്ട് പള്ളിയിലേക്ക് കയറി. മനോഹരമായ പ്രഭാതം പെട്ടെന്ന് അലങ്കോലപ്പെട്ടതുപോലെ മെർലിന് തോന്നി. വികാരിയുടെ പ്രഭാഷണത്തിലോ ക്വയർ ഗ്രൂപ്പിന്റെ ഗാനത്തിലോ മനസ്സ് കേന്ദ്രീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭാഗ്യത്തിന് പിന്നെ ലിറോയെ പള്ളിയിൽ വെച്ച് കാണേണ്ടി വന്നില്ല. പിറ്റേന്ന് രാവിലെ മെർലിൻ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ചാൾസ് ലിറോയുടെ ചുവന്ന കാർ പെരിവിങ്കിളിന്റെ ഗേറ്റിന് വെളിയിൽ വന്നു നിന്നു. കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അയാൾ പുറത്തേക്കിറങ്ങി. അയാൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നേരത്തെ നിർദ്ദേശം കിട്ടിയതുപോലെ സീറ്റിൽ നിന്ന് 2 പഴക്കൂടുകൾ എടുത്തുകൊണ്ട് ഡ്രൈവർ പിന്നാലെ ചെന്നു. ഒന്നിൽ ആപ്പിളും മറ്റതിൽ ഓറഞ്ചുമായിരുന്നു. ലിറോയ് കോളിംഗ് ബെൽ മുഴക്കി കാത്തുനിന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോറൻസ് വന്ന് വാതിൽ തുറന്നു. അങ്കിൾ, ഞാനാണ് ചാൾസ് ലിറോയ്. ഓ ചാൾസ്, പ്ലീസ് കമിൻ. അദ്ദേഹം അയാളെ ക്ഷണിച്ചു.
എന്റെ തോട്ടത്തിൽ വിളഞ്ഞ കുറച്ച് ആപ്പിളും ഓറഞ്ചുമാണ്. ഡ്രൈവർ കൂടുതൽ രണ്ടും സിറ്റ് ഔട്ടിൽ വെച്ചു. താങ്ക് യു ലിറോയ്, ലോറൻസ് നന്ദി പറഞ്ഞു. ഇന്നലെ ചർച്ചിൽ വെച്ച് കണ്ടപ്പോൾ വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എനിക്കിവിടെ ഒരു ചെറിയ പ്ലാന്റേഷൻ ഉണ്ട്. ജസ്റ്റ് 274 acres ഓഫ് ടീ ആൻഡ് സം ആപ്പിൾ, ഓറഞ്ച് ആൻഡ് സ്ട്രോബെറി. ഓ ഗ്രേറ്റ്, പ്ലീസ് സിറ്റ് ഡൗൺ. അവർ ഡ്രോയിങ് റൂമിലിരുന്നു. മെർലിൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തനിച്ചാണ്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ആഫ്റ്റർ എ ലോങ് ടൈം ഐ ഹാവ് എ വിസിറ്റർ. ലോറൻസ് പൊട്ടിച്ചിരിച്ചു. ഇന്നലെ കണ്ടപ്പോൾ അങ്കിളിനെ കൂടുതൽ പരിചയപ്പെടണമെന്ന് തോന്നി. നേരത്തെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. വാട്ട് വർ യു ഡൂയിങ് ദർ? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. ഫാദർ ആന്റണി ലിറോയ് ഹോഴ്സ് ട്രെയിനർ ആയിരുന്നു. ഹോഴ്സ് ട്രെയിനർ? വിശ്വാസം വരാതെ ലോറൻസ് ചോദിച്ചു. അതെ, ഡാഡി ട്രെയിൻ ചെയ്ത എത്രയോ കുതിരകൾ ബാംഗ്ലൂർ ടർക്ലഫിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. മൈ എൽഡർ ബ്രദർ വാസ് എ ജോക്കി. ജീസസ്, എന്തുകൊണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ല? ലോറൻസ് അയാളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. യങ് മാൻ, കുതിരപ്പന്തയത്തിൽ കോഴികൾ തുളച്ചവനാ ഞാൻ. ലിറോയ് പുഞ്ചിരിച്ചു. തുറന്ന വാതിലിലൂടെ തണുപ്പ് അകത്തേക്ക് അരിച്ചു കയറി വന്നു. ലിറോയ് ചെന്ന് വാതിലടിച്ചു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് പുകവലിച്ചോട്ടെ? അയാൾ ചോദിച്ചു. ഗോ ഹെഡ് യങ് മാൻ. ഓവർകോട്ടിന്റെ മേശയിൽ നിന്ന് ലിറോയ് ഒരു ചുരുട്ടുപെട്ടിയെടുത്തു. അതിൽ നിന്ന് കറുത്ത നീണ്ട ഒരു ചുരുട്ടെടുത്ത് ചുണ്ടിൽ വെച്ചു. സിഗാർ? ആശ്ചര്യത്തോടെ ലോറൻസ് ചോദിച്ചു. യെസ്, ഹവാന സിഗാർ, ഇമ്പോർട്ടഡ് ഫ്രം ക്യൂബ. ലോറൻസ് കൈ നീട്ടി. ചുരുട്ടുപെട്ടി അയാൾ അദ്ദേഹത്തിന് കൊടുത്തു. അവർ കുതിരപ്പന്തയത്തെക്കുറിച്ചും തേയിലത്തോട്ടത്തെക്കുറിച്ചും ഓറഞ്ച് കൃഷിയെക്കുറിച്ചും രസകരമായി സംസാരിച്ചിരുന്നു. അങ്കിൾ, ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ കൂടിയാണ്. ഒടുവിൽ ലിറോയ് പറഞ്ഞു. ടെൽ മീ യങ് മാൻ. ഐ ആം 35, സ്റ്റിൽ എ ബാച്ചിലർ. നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം ടു മാരി. മനസ്സിനിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹു ഈസ് ദാറ്റ് ലക്കി ഗേൾ? ലോറൻസ് ചോദിച്ചു. നൺ അതർ ദാൻ യുവർ ഡോട്ടർ, മെർലിൻ. മെർലിൻ? ആശ്ചര്യത്തോടെ ലോറൻസ് അയാളെ നോക്കി. യെസ്. അങ്കിൾ എന്തു പറയുന്നു? മെർലിനെ എനിക്ക് തരുമോ? ലോറൻസ് അയാളെ പകച്ചു നോക്കി.